നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഒരു വർഷം കൂടെ വലിയ നോമ്പിൽ ഞങ്ങൾക്ക് ജീവിക്കുന്നതിനുള്ള ഭാഗ്യം ദൈവമേ നീ ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അനേകർക്ക് ലഭിക്കാത്ത ഈ വിലയേറിയ അവസരം ദൈവമേ നീ ഞങ്ങൾക്ക് ദാനമായി അവിടുന്ന് നൽകിയതിനായി സ്തോത്രം. ഇന്നത്തെ ആരാധനയുടെ പ്രാരംഭം മുതൽ ഈ നിമിഷം വരെയും അവിടുത്തെ വലിയ കാവലിലും കരുതലിലും ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കുന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ആരും കാഴ്ചക്കാരല്ല കർത്താവേ, അങ്ങയെ അനുഭവിച്ചറിയുവാൻ ഈ സന്ധ്യയിൽ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കുന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ നാളുകളിലെ ഓരോ സന്ധ്യയും അങ്ങേ രുചിച്ചറിയുന്ന ഇടങ്ങളാക്കി ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം. തമ്പുരാനെ, ഈ സന്ധ്യയും അങ്ങേ രുചിച്ചറിയുവാൻ, അങ്ങാര് എന്നുള്ളത് വ്യക്തമായി ഞങ്ങൾ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട കർത്താവെ, പ്രമോദച്ചനായി, കൊച്ചുമിക്കായി, കുഞ്ഞുങ്ങൾക്കായി, ഞങ്ങളുടെ പ്രിയപ്പെട്ട ജേസനച്ചനായിട്ടൊക്കെ സ്തോത്രം. ദൈവം തമ്പുരാനെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സന്ധ്യയിൽ അങ്ങയുടെ പാദപീഠം ചേർന്ന് വരുവാനുള്ള ഭാഗ്യം നൽകിയതിനായി സ്തോത്രം. ഈ വാത്സല്യ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. അടിയങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നന്മകളാൽ വഴി നടത്തണമേ. ഞങ്ങൾക്ക് ഒരുമിച്ച് അല്പസമയം അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ കർത്താവേ. അവിടുത്തെ വചനം വിഭാഗിക്കുവാൻ ബലഹീനനായ അടിയനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണം. സകലവും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. കർത്താവിൽ പ്രിയരെ, ഈ സന്ധ്യയിൽ നമുക്കൊരുമിച്ച് ഇപ്രകാരം ഈ നോമ്പ് പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ വലിയവനായ ദൈവം എനിക്കും അവസരം ദൈവം നമ്പുരാൻ നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രമോദച്ചൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി പറയുന്നു. പ്രിയപ്പെട്ട അച്ഛൻ്റെ സ്നേഹവും കരുതലും ഒക്കെ കഴിഞ്ഞ 2 വർഷങ്ങൾ ഈ പ്രദേശത്ത് അനുഭവിക്കുവാനായിട്ട് എനിക്കും സാധിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അച്ഛൻ്റെയും ഈ ഇടവകയുടെയും സിബു അച്ഛനോടുണ്ടായിരുന്നപ്പോൾ 1 വർഷം, അച്ഛനോടൊപ്പം 2 വർഷം, അങ്ങനെ 3 വർഷം ഈ എപ്പിഫനി ഇടവകയുടെ ചില പ്രാർത്ഥനകളിലും പള്ളിയിലെ ചില പ്രോഗ്രാമുകളിലും ഒക്കെ സംബന്ധിക്കുന്നതിനും ദൈവവചനം പങ്കുവയ്ക്കുന്നതിനും ഒക്കെ ഇടയായത് ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് സ്ഥലം മാറി സഭയുടെ ക്രമീകരണം അനുസരിച്ച് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനിവാര്യമാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട ജേസനച്ചൻ്റെ സാന്നിധ്യം എനിക്ക് ഒത്തിരി സന്തോഷമാണ്. എൻ്റെ മകനും ജേസനച്ചനും ഒരു ബാച്യകാരാണ്. അവരൊരുമിച്ച് പഠിച്ച് സഭയിൽ പട്ടമേറ്റവരാണ്. അതുകൊണ്ട് അച്ഛനെപ്പോൾ എനിക്ക് കൂടെ ലഭിച്ചാലും ഒത്തിരി സന്തോഷമാണ്. ആദ്യം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പള്ളിയിൽ പറഞ്ഞതുപോലെ അച്ഛനെ ആദ്യം പരിചയപ്പെടുന്നത് കറുകച്ചാലിൽ വെച്ചാണ്, നമ്മുടെ കറുകച്ചാൽ സെമിനാരിയിൽ വെച്ചാണ്. അന്നു മുതൽ ഉണ്ടായ ഒരു സ്നേഹബന്ധം ഈ രാജ്യത്ത് വന്നു. അച്ഛൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ബോംബെ സെന്റ് തോമസ്, സാന്റാക്രൂസ് മാർത്തോമ ഇടവകയിലായിരുന്നു. അവിടുത്തെ വികാരി എൻ്റെ നെയ്ബറും എൻ്റെ ഒരു സ്നേഹിതനും ഈപ്പൻ എബ്രഹാം അച്ഛൻ്റെ കൂടെ ആയിരുന്നു. പ്രിയപ്പെട്ട അച്ഛൻ്റെ ആദ്യത്തെ ശുശ്രൂഷകളൊക്കെ ആരംഭിക്കുന്ന ആ സമയത്ത് എൻ്റെ മാതൃ ഇടവകയിലൊക്കെ അച്ഛൻ പോവുകയും അതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന അനുഭവമായിരുന്നു. പ്രിയപ്പെട്ട ജേസനച്ഛൻ്റെ സാന്നിധ്യം ഈ സന്ധ്യയിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം നൽകുന്നു. ഈ സന്ധ്യയിൽ എന്നെ ഈ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും വളരെ നേരത്തെ തന്നെ ഇങ്ങനെ വരണം എന്ന പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അധികം സമയമൊന്നുമില്ല, നമുക്ക് സന്ധ്യയ്ക്ക് കുറച്ച് സമയമേ ഉള്ളൂ എന്നെനിക്കറിയാം. എന്നാൽ പ്രിയപ്പെട്ട അച്ഛൻ ഒരു വേദഭാഗം എനിക്ക് നൽകിയിട്ടുണ്ട്. യെരമ്യാ പ്രവചനം 30-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളായെങ്കിലും ഒരാൾ വളരെ വേഗം ഒന്ന് വായിച്ച് 2-3 ചിന്തകൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിക്കും. യെരമ്യാ പ്രവചനം, ജെരമ്യ ചാപ്റ്റർ 30 വേഴ്സസ് 1 to 10. യഹോവയിൽ നിന്ന് യെരമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നത്, ഞാൻ നിന്നോട് അരുളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും ഈ പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. ഞാൻ ഇസ്രായേലും യഹൂദയുമായി എൻ്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും.
അവർ അതിനെ കൈവശമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇസ്രായേലിനെയും യെഹൂദയെയും കുറിച്ച് അരുളി ചെയ്ത വചനങ്ങളാവിത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നാം നടുക്കത്തിന്റെ മുഴക്കം കേട്ടിരിക്കുന്നു, സമാധാനമല്ല ഭയമത്രേ ഉള്ളത്. പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവിൻ. ഏതു പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും ഏത് മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നതെന്ത്? ആ നാൾ വരെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം. അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. അന്ന് ഞാൻ അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നൊടിച്ച് ബന്ധനങ്ങളെ അറുത്തു കളയും. അന്യന്മാർ ഇനി അവനെ കൊണ്ട് സേവ ചെയ്യിക്കുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അവർ തങ്ങളുടെ ദൈവമായ യഹോവയെയും ഞാൻ അവർക്ക് എഴുന്നേൽപ്പിപ്പാനുള്ള രാജാവായ ദാവീദിനെയും സേവിക്കും. ആകയാൽ എന്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഇസ്രായേലേ, നീ ഭ്രമിക്കേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ പ്രവാസദേശത്തു നിന്നും രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈരമായും ഇരിക്കും. ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. ആകയാൽ എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഇസ്രായേലേ, നീ ഭ്രമിക്കേണ്ട എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ പ്രവാസദേശത്തു നിന്നും രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന സ്വസ്ഥമായും സ്വൈരമായും ഇരിക്കും. ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. ഈ സന്ധ്യയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം ഫ്രീഡം ആൻഡ് ഹോപ്പ് ഫോർ എ ന്യൂ ബിഗിനിങ്. ഇതിനെക്കുറിച്ചൊന്നും വിശദമായിട്ടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വലിയ നോമ്പിൽ നമുക്കൊരുമിച്ച് ഇസ്രായേൽ ജനത്തോട് ചേർന്ന് തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ. എന്താണ് സ്വാതന്ത്ര്യം? എന്താണ് പ്രതീക്ഷ, പ്രത്യാശ? സ്വാതന്ത്ര്യവും പ്രത്യാശയും ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ലോകത്തിൽ ജീവിക്കുവാൻ സാധിക്കും? നമ്മുടെ ജീവിതത്തിന് എങ്ങനെ ഒരു പുതിയ ആരംഭം കുറിക്കുവാൻ കഴിയും? നമ്മളിപ്പോൾ കഴിഞ്ഞ 33 ദിവസങ്ങളായി നമ്മളിങ്ങനെ സന്ധ്യാ സമയങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രാരംഭമായി ഒരു ചോദ്യം ചോദിക്കുന്നതിൽ ആരും എന്നോട് പിണങ്ങരുത്. ഈ 33 പ്രാർത്ഥനയെ സംബന്ധിച്ച് ആരെങ്കിലും ഉണ്ടോ എന്ന് കൈവെക്കാമോ? ഇവിടെ 25 നോമ്പ് തൊട്ടേയുള്ള. എന്നാൽ ഈ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ മുതൽ മുടങ്ങാതെ ഇതിൽ സംബന്ധിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? അല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കാരുണ്യവാനായ ദൈവം നമുക്ക് നൽകി. തമ്പുരാനാണ് നമ്മുടെ ആയുസ്സിനെ നീട്ടി തന്ന് തമ്പുരാന്റെ സന്നിധിയിൽ അടുത്തു വന്ന് നമ്മുടെ വായ് തുറന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നതിനും ദൈവം ചെയ്ത കൃപകളെ കുറിച്ച് ഓർക്കുന്നതിനും ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് സ്മരിക്കുന്നതിനും ദൈവത്തിന് നന്ദി പറയുന്നതിനും ഒരവസരം ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നു. സ്വാതന്ത്ര്യവും പ്രതീക്ഷയും നമ്മൾ അനുഭവിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഒരു സെൽഫ് എക്സാമിനേഷൻ നമുക്കുണ്ടാകണം. ഈ നോമ്പിന്റെ നാളുകളിൽ ഒരു സ്വയ പരിശോധന നമുക്കുണ്ടാകണം. നമുക്കെല്ലാവർക്കും 3 മാസം 6 മാസം കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ബ്ലഡ് വർക്ക് ഉണ്ട്, മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്, അല്ലേ? എന്നാൽ ആത്മീയമായ ഒരു പരിശോധന ഈ നോമ്പിന്റെ നാളുകളിൽ, ഒരു സ്വയശോധന നമുക്കുണ്ടാകണം. ഒരു ഭക്തനായ മനുഷ്യൻ എങ്ങനെയാണ് നമ്മൾ സ്വയശോധന നടത്തുന്നത്? കുറച്ച് ബ്ലഡ് കൊണ്ടുവന്ന് ലാബിൽ കൊടുത്താൽ പറ്റുമോ? പറ്റത്തില്ല. എന്നാൽ ഒരു ഭക്തനായ മനുഷ്യൻ സെൽഫ് എക്സാമിനേഷനെ കുറിച്ച് 3 ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കണമെന്ന് പറയുന്നു. ഒന്ന്, ഞാൻ ആരാണ് എന്ന ചോദ്യം നമ്മോട് ചോദിക്കും. നിനക്ക് സ്വയശോധന ആവശ്യമെങ്കിൽ, സ്വാതന്ത്ര്യവും പ്രതീക്ഷയും നിനക്ക് ആവശ്യമെങ്കിൽ, നീ സ്വയശോധനയ്ക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ നീ നിന്നോട് തന്നെ ചോദിക്കണം, ഞാൻ ആരാണ്? ഞാൻ ആരാണ്? ശാലേം ഇടവകയിലെ വികാരിയാണ്, അല്ലേ? എപ്പിഫനി മാർത്തോമ ഇടവകയിലെ വികാരിയാണ്, വികാരിയുടെ ഭാര്യയാണ്, അല്ലേ? വികാരിയുടെ മക്കളാണ്.
ഞാൻ ആരാണ്? ഈ പള്ളിയിലെ ട്രസ്റ്റിയാണ്, ഇല്ലേ? ഞാൻ നിങ്ങൾ ആരാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ? വേറെ ഉത്തരം വല്ലതും ഉണ്ടോ? ദൈവമക്കളാ, അതിന് സംശയമില്ല. വിശുദ്ധ വേദപുസ്തകം നാം ശാന്തമായി പഠിക്കുമ്പോൾ ഞാൻ ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി വിശുദ്ധ വേദപുസ്തകം നൽകുന്നു. ഞാൻ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവ പൈതലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സന്ധ്യയിൽ, ഈ നോമ്പിന്റെ നാളുകളിൽ നാം ഓർക്കണം, ഞാൻ ആര് എന്ന ചോദ്യം വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ചോദിക്കുമ്പോൾ, എന്നെ തന്നെ സ്വയശോധന നടത്തുമ്പോൾ ഞാൻ ആരാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവ പൈതലാണ്. ഈ നോമ്പിന്റെ നാളുകളിൽ ആ വലിയ ബോധ്യം നമുക്കുണ്ടാകണം. ദൈവ പൈതലെ, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ എന്റെ ദൈവം തമ്പുരാന്റെ കരങ്ങളിൽ നീ സുരക്ഷിതനാണ്. ഒരു നാളും അവൻ നിന്നെ കൈവിടുകയില്ല. അതാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് തരുന്ന വലിയ അഷ്വറൻസ് എന്ന് പറയുന്നത്. ഞാൻ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെന്നുള്ള ഉറപ്പാണ് നമ്മുടെ നോമ്പിന്റെ പ്രാർത്ഥനകളിലെല്ലാം നമുക്ക് ലഭ്യമാകേണ്ടത്. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് പറയുന്ന, ആകയാൽ എന്റെ ദാസനായ യാക്കോബേ നീ ഭയപ്പെടേണ്ട, ഇസ്രായേലേ നീ ഭ്രമിക്കേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട്. നീ എന്റെ ദാസനാണ്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, എന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ് നീ. അതുകൊണ്ട് നീ രോഗം വരാം, ദുഃഖം വരാം, വേദന വരാം, പ്രശ്നങ്ങൾ വരാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എന്നാൽ ഈ നോമ്പിന്റെ നാളുകളിൽ, ഈ വർഷത്തെ നോമ്പ് പ്രാർത്ഥനകൾ കഴിയുമ്പോൾ നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ഉറയ്ക്കാം, ഞാൻ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവ പൈതലാണ്. എന്തു വന്നാലും, എന്ത് ക്ലേശം വന്നാലും, ആരെതിർത്താലും, ആര് നിന്ദിച്ചാലും, ആര് പഴിച്ചാലും, ആര് കണ്ടാലും, ആര് കണ്ടില്ലെങ്കിലും ഞാൻ ആരാണ്? രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം പറയുന്നത്, നീ ദൈവ പൈതലാണ്, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവ പൈതലാണെന്ന് നീ വിശ്വസിക്കുമ്പോൾ രണ്ടാമത്തെ ചോദ്യം നീ ചോദിക്കണം, ദൈവത്തിന് എന്നെ കുറിച്ച് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഈ നോമ്പിന്റെ നാളുകളിൽ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് എന്നെ കുറിച്ച് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇത് സെൽഫ് എക്സാമിനേഷനാണ്, സ്വയശോധനയാണ്. ഉണ്ടോ? എന്താണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം? വേദപുസ്തകം എടുത്ത് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുക, പള്ളിയിൽ കുർബാന ചൊല്ലുക, പ്രാർത്ഥനയിൽ ക്രമമായി സംബന്ധിക്കുക. ഇതാണ്. എന്നാൽ വേദപുസ്തകം നാം ശാന്തമായി പഠിക്കുമ്പോൾ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഉദ്ദേശം എന്ന് പറയുന്ന ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ദൈവവും മനുഷ്യനും, മനുഷ്യനും മനുഷ്യനുമായുള്ള നിന്റെ സംസർഗത്തിൽ ഈ ലോകത്തിൽ നീ ജീവിക്കുക. എന്തൊക്കെയാ? ദൈവവും മനുഷ്യനും, മനുഷ്യനും മനുഷ്യനും തമ്മിൽ നിന്റെ സംസർഗം വ്യക്തമായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുക. ഇത്ര മാത്രമേ തമ്പുരാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവവും ഈ ലോകത്തിലെ സകല മനുഷ്യരും, മനുഷ്യനും മനുഷ്യനുമായി സംസർഗത്തിൽ ധന്യമായി ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. അതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈ നോമ്പിന്റെ നാളുകളിൽ നാം ഓരോ ഭവനങ്ങളിൽ ചേർന്ന് വരുമ്പോൾ നാം ഓർക്കണം. അപ്പൊ രണ്ട് ചോദ്യങ്ങളാണ് സെൽഫ് എക്സാമിനേഷന് ഞാൻ പറഞ്ഞത്. ഒന്ന്, മറന്നുപോകാതിരിക്കാൻ ചോദിക്കുന്നുള്ളതേ ഉള്ളൂ. ഒന്ന്, ഞാൻ ആരാണ്. രണ്ട്, എന്നെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്. മൂന്ന്, ആ ഉദ്ദേശത്തിൽ നിന്നും ഞാൻ പിന്മാറിപ്പോയിട്ടുണ്ടോ. ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നാം കണ്ടെത്തി കഴിയുമ്പോൾ സെൽഫ് എക്സാമിനേഷൻ പൂർണ്ണമായി നമ്മൾ സ്വതന്ത്രരായി. പിന്നെ നമുക്ക് ആവശ്യം ഒരു പ്രതീക്ഷയാണ്, ഒരു പ്രത്യാശയാണ്. പ്രത്യാശയ്ക്ക് ഒരു യഥാസ്ഥാനപ്പെടൽ ആവശ്യമാണ്.
ഞാൻ മനസ്സിലാക്കി, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി, എന്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി, ഞാൻ എവിടെയെങ്കിലും പിന്മാറിപ്പോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി, അത് മനസ്സിലായി കഴിയുമ്പോൾ എനിക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു യഥാസ്ഥാനപ്പെടലാണ്. യഥാസ്ഥാനപ്പെടൽ എന്ന് പറഞ്ഞാൽ അറ്റ് ദ പ്രോപ്പർ പ്ലേസ്. നമുക്കെല്ലാവർക്കും മുടി വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? പ്രത്യേകിച്ചും സഹോദരിമാർക്ക് മുടി ഒത്തിരി ഇല്ലേ? മുടി കുറഞ്ഞാൽ കുഴപ്പം, കൂടിയാൽ കുഴപ്പം ഇല്ലയോ? എന്നാൽ നമ്മുടെ ഒരു മുടി ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവിന് ചോറ് വിളമ്പുമ്പോൾ ആ പ്ലേറ്റിൽ വന്നാലോ? വിവരം അറിയാം. ഇവിടെ അവർ അങ്ങ് പറഞ്ഞു വിവരം. അപ്പൊ അതിനൊരു ഇത്രയേ ഉള്ളൂ യഥാസ്ഥാനപ്പെടൽ. നാം ഇരിക്കേണ്ട ഇടത്ത് ഇരിക്കണം. ഇരിക്കേണ്ടാത്ത ഇടത്തിരുന്നാൽ കുഴപ്പമാണ്. അതാണ് യഥാസ്ഥാനപ്പെടൽ. ഞാൻ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് യഥാസ്ഥാനത്തേക്ക് മടങ്ങി, അറ്റ് ദ പ്രോപ്പർ പ്ലേസിലേക്ക് നമ്മൾ മടങ്ങി വരുന്നതാണ് യഥാസ്ഥാനപ്പെടൽ. ഈ നോമ്പിന്റെ നാളുകളിൽ എന്റെ തമ്പുരാൻ കാൽവറി ക്രൂശിലൂടെ ചില യഥാസ്ഥാനപ്പെടൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പാപത്തിന്റെ ശക്തിയിൽ നിന്നും, അന്ധകാരത്തിന്റെ ശക്തിയിൽ വീണുപോയ മനുഷ്യനെ ദൈവം യേശു ക്രിസ്തുവിലൂടെ യഥാസ്ഥാനപ്പെടുത്തി. അതാണ് ഏദൻ തോട്ടത്തിൽ നടന്നത്. ഇത് കൊള്ളാം, നല്ല പഴമാണ്, നീ കഴിച്ചോ, നിനക്ക് ആരെ പോലെ ആകാം. ചുമ്മാ ഇവിടെ എപ്പിപ്പനും കൂടെ നടക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് ആരെ പോലെ ആകാം. നീ കഴിച്ചോ, ഇന്നുകൊണ്ട് പ്രലോഭനം ഇല്ലേ, ഒരു കുഴപ്പമില്ല, അങ്ങോട്ട് പോക്കോ. പക്ഷേ സാത്താന്യ ശക്തികൾക്ക് നമുക്ക് ഒരിക്കലും വിജയം വരിക്കുവാൻ പറ്റാതിരുന്ന സമയത്ത് വലിയവനായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് എനിക്കും നിങ്ങൾക്കും സാത്താന്യ ശക്തികളുടെ മേൽ വിജയം നൽകി. അതാണ് കർത്താവ് 40 രാവും 40 പകലും മരുഭൂമിയിൽ ഉപവസിച്ച് മടങ്ങി വരുമ്പോൾ, നമ്മൾ 40-ാം വെള്ളിയാഴ്ചയിൽ ചിന്തിക്കാൻ പോകുന്ന അതാണ്. ഉപവസിച്ച് മടങ്ങി വരുമ്പോൾ നമ്മുടെ വിചാരം എന്താണ്? ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, മുടങ്ങാതെ വന്ന എത്ര പേരുണ്ട്? ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ ആഗ്രഹവും ഒക്കെ നമുക്കൊരു പൂമാലയൊക്കെ ഇട്ട് നമുക്ക് സന്തോഷമായിട്ട് നമ്മളെ സ്വീകരിക്കുന്ന പലരും 40 രാവും 40 പകൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് മടങ്ങി വന്ന കർത്താവിനെ എതിരേറ്റത് സ്വർഗീയ ദൂതന്മാരല്ല. അവൻ പറയുന്നുണ്ട്, നിനക്ക് ഇപ്പം വിശക്കുന്നുണ്ടല്ലോ, നീ കല്ലിനോട് അപ്പമായി തീര, നിനക്ക് ഇതെല്ലാം തരാം, നീ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, നീ ചാട്, നിനക്കൊന്നും. എന്റെ തമ്പുരാൻ പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എടാ കുഞ്ഞെ, ഞാൻ ഈ ലോകത്തിൽ വന്നത് എന്റെ വിശപ്പടക്കാനല്ല, ഈ ലോകത്തിന്റെ വിശപ്പടക്കാനാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഞാൻ വന്നത് എന്റെ വിശപ്പടക്കാനല്ല, പിന്നെയോ ഞാൻ ലോകത്തിന്റെ വിശപ്പടക്കാൻ വന്നവനാണ്. പ്രിയമുള്ളവരെ, നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നത് ഇന്ന് പാപത്തിന്റെ ശക്തിയിൽ ഞാനും നിങ്ങളും വശംവദരായി വഴിമാറി നടക്കുമ്പോൾ എന്റെ തമ്പുരാൻ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്നത് ആ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിജയം പ്രാപിക്കുന്നതിനാണ്. അതാണ് കർത്താവ് 40 രാവും 40 പകൽ ഉപവസിച്ച് എന്റെ തമ്പുരാൻ മടങ്ങി വരുമ്പോൾ പൈശാചികന്റെ ശക്തിയെ തോൽപ്പിച്ച് വിജയം ഇന്ന് എനിക്കും നിങ്ങൾക്കും ദാനമായി നൽകി നമ്മളെ യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. 2, പിതാവുമായുള്ള ബന്ധം ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ നഷ്ടപ്പെടുത്തി. ആ നഷ്ടപ്പെടുത്തിയ ബന്ധം ദൈവം തന്റെ പുത്രനിലൂടെ യഥാസ്ഥാനപ്പെടുത്തി. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം വലിയവനായ ദൈവം തന്റെ പുത്രനിലൂടെ യഥാസ്ഥാനപ്പെടുത്തി നമുക്ക്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഒരു പാലം ആയിത്തീരുന്നത്. യേശുക്രിസ്തുവിലൂടെ പിതാവിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെന്ന് തന്റെ വേദനകളും നിരാശകളും ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളും ഇറക്കി വയ്ക്കുവാൻ ദൈവം അനുവദിക്കുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ്, നാം വായിക്കുന്നുണ്ട്, കർത്താവിന്റെ തന്റെ പ്രാർത്ഥനയിൽ, പിതാവെ കഴിയുമെങ്കിൽ എങ്കിൽ നിന്ന് നീക്കി തരണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാണ്, അങ്ങയുടെ ഇഷ്ടമാണ്. ഞാനും എൻ്റെ പിതാവുമായുള്ള ബന്ധം ഏറ്റവും അവസാനം എൻ്റെ കർത്താവ് പറയുന്നത്, കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്നത്,
പിതാവേ, സകലവും നിവൃത്തിയായി. ഈ സന്ധ്യയിൽ പ്രിയ ദൈവ പൈതലേ, നോമ്പിന്റെ പ്രാർത്ഥനകളിൽ ഞാനും നിങ്ങളും സംബന്ധിക്കുമ്പോൾ നമുക്കൊരു സ്വയശോധന ആവശ്യമാണ്, ഒരു സെൽഫ് എക്സാമിനേഷൻ ആവശ്യമാണ്, നമുക്ക് ഒരു യഥാസ്ഥാനപ്പെടൽ ആവശ്യമാണ്. യഥാസ്ഥാനപ്പെടൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന്, പിതാവുമായി നഷ്ടപ്പെട്ട ബന്ധത്തിൽ നിന്ന്, മാത്രമല്ല ഏദൻ തോട്ടത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ട ഏദൻ തോട്ടത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ട മഹത്വം തിരികെ നൽകുവാൻ ദൈവം പുത്രനിലൂടെ നമ്മളോട് മനസ്സലിഞ്ഞു. ആ മഹത്വമാണ് കാരുണ്യവാനായ ദൈവം എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. ഒരിക്കൽ ഒരു രാജാവ് തന്റെ ജന്മദിനം ഏറ്റവും സന്തോഷത്തോടെ കൊണ്ടാടുവാൻ തീരുമാനിച്ചു. അപ്പോൾ രാജാവ് തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, രാജകൊട്ടാരത്തിലെ വിശാലമായ വലിയ ഹാളിൽ എന്റെ ജന്മദിന ദിവസം പ്രഭാതത്തിൽ സമ്മാന പൊതികൾ കൊണ്ട് നിറയ്ക്കണം. അതിനുശേഷം രാജ്യത്തെല്ലാം വിളംബരം ചെയ്യണം. നിങ്ങൾ ഓടി വന്ന് ഏത് സമ്മാനങ്ങളൊക്കെ തൊടുമോ അതെല്ലാം നിങ്ങളുടെ സ്വന്തമാകും. നല്ല കാര്യം അല്ലേ? രാജാവ് പറയുകയാണ്, സമ്മാന പൊതികളുണ്ട്, ആദ്യം ആര് തൊടുന്നോ അത് നിങ്ങൾക്ക് സ്വന്തമാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രമോദച്ചൻ പറയുകയാണ്, കുറച്ച് സമ്മാന പൊതി വെച്ചിട്ടുണ്ട്, ആദ്യം ചെന്ന് തൊടുന്നവർ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടെ ആശീർവാദം പറയുമ്പോൾ ആരെങ്കിലും ഇവിടെ കാണുമോ? രാജ്യത്തെല്ലാവർക്കും വളരെ സന്തോഷമായി. സമ്മാന പൊതികൾ തൊടുന്നതിനും സ്വന്തമാക്കുന്നതിനും ആവേശത്തോടെ ആളുകൾ വന്നു. ജന്മദിന ദിവസം പ്രഭാതത്തിൽ കൊട്ടാരത്തിലെ മണി മുഴങ്ങി. ആളുകളെല്ലാം വന്നു, ഒന്നൊന്ന് തൊട്ടു, ആവശ്യം പോലെ തൊട്ടു, പെറുക്കാൻ പറ്റുന്നത് രീതിയിൽ എടുത്തു. അവർക്ക് കൊള്ളാവുന്നതും കൊള്ളരുതാത്തതും എല്ലാം അവർ പെറുക്കിക്കൊണ്ടവർ ആ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ ഒരു മനുഷ്യൻ ഒന്നും തൊടാതെയും വളരെ വിഷമത്തോടെയും ആ കൊട്ടാരത്തിന്റെ വിശാലമായ ഹോളിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. ഇപ്പൊ രാജാവ് ഇറങ്ങി വന്നപ്പോൾ ഒരു മനുഷ്യൻ മാത്രം അവിടെ നിൽക്കുക. അപ്പോൾ ഭൃത്യന്മാരോട് ചോദിച്ചു, ആ മനുഷ്യൻ പ്രായമുള്ള ആളായതുകൊണ്ട് മറ്റുള്ളവർ വന്നെല്ലാം തൊട്ടെടുത്തുകൊണ്ട് പോയി കാണും, അതുകൊണ്ട് ആ മനുഷ്യനൊന്ന് കിട്ടിക്കാണത്തില്ല, എന്തെങ്കിലും കൊടുത്തങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ഭൃത്യന്മാരെ നടത്തിയെന്ന് ഈ മനുഷ്യനോട് പറഞ്ഞു, നിനക്ക് ഒന്നും സമ്മാനം കിട്ടിയില്ലേ? രാജാവ് പറയുന്നു, നിനക്ക് എന്തെങ്കിലും തരാൻ. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് എൻ്റെ രാജാവിൻ്റെ അടുക്കൽ ഒന്ന് ചെല്ലണം, എനിക്കെൻ്റെ രാജാവിനെ ഒന്ന് തൊടണം, എൻ്റെ രാജാവിനെ എനിക്ക് സ്വന്തമാക്കണം. രാജാവിൻ്റെ സമ്മാനങ്ങളല്ല എനിക്ക് വേണ്ടത്, എൻ്റെ രാജാവിൻ്റെ അടുക്കലേക്ക് എനിക്കൊന്ന് ചെല്ലണം, എൻ്റെ രാജാവിനെ എനിക്കൊന്ന് തൊടണം, എൻ്റെ രാജാവിനെ എനിക്ക് സ്വന്തമാക്കണം. എൻ്റെ രാജാവ് എനിക്ക് സ്വന്തമായാൽ ഈ രാജ്യം മുഴുവനും എൻ്റേതാണ്. പിന്നെ ഈ സമ്മാന പൊതികളൊന്നും എനിക്ക് വേണ്ട. പ്രിയ ദൈവ പൈതലേ, ഈ സന്ധ്യാസമയം നോമ്പിന്റെ പ്രാർത്ഥനകളിൽ ഞാനും നിങ്ങളും സംബന്ധിക്കുമ്പോൾ എൻ്റെ തമ്പുരാനെ തൊടണമെങ്കിൽ നിനക്കൊരു സ്വയശോധന ആവശ്യമാണ്. എൻ്റെ തമ്പുരാനെ തൊടണമെങ്കിൽ നിനക്കൊരു യഥാസ്ഥാനപ്പെടൽ ആവശ്യമാണ്. എൻ്റെ തമ്പുരാനെ സ്പർശിക്കണമെങ്കിൽ നീ ആരാകുന്നു എന്ന് നിനക്ക് ബോധ്യമുണ്ടാകണം. അല്ലാത്തവർ എത്ര പ്രാർത്ഥനയിൽ സംബന്ധിച്ചാലും യാതൊരു പ്രയോജനവുമില്ല. ഈ സന്ധ്യയിൽ കാൽവറി ക്രൂശിൽ നമുക്കായി മരിച്ച കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്, മകനെ മകളെ, നീ ഒരു സ്വയശോധനയിലൂടെ കടന്നുപോയി ഒരു യഥാസ്ഥാനപ്പെടലിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ നിനക്ക് സ്വാതന്ത്ര്യവും പ്രത്യാശയും തരുന്ന കർത്താവിന്റെ കരങ്ങളിൽ നിനക്ക് ആശ്രയിക്കുന്നതിനും ആ കർത്താവിനെ മുറുകെ പിടിക്കുന്നതിനും ആ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുന്നതിനും നിനക്ക് സാധിക്കും. അങ്ങനെ ഒരു വർഷം കൂടെ ദൈവം തമ്പുരാൻ നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. അടുത്ത വർഷം ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്ക് ആർക്കും നിശ്ചയമില്ല. എന്നാൽ ഒന്ന് ഞാൻ അറിയുന്നു, എൻ്റെ കർത്താവിന്റെ കരങ്ങളിൽ ഞാനും നിങ്ങളും സുരക്ഷിതരാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോഴാണ് നമുക്ക് ഈ ലോകത്തിൽ ദൈവം തമ്പുരാൻ നീട്ടിത്തരുന്ന ഓരോ നിമിഷങ്ങളുടെയും അനുഭവം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്. പ്രിയ ദൈവ പൈതലെ, ഞാൻ വീണ്ടും പറയട്ടെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന വിലയേറിയ അവസരങ്ങൾ, ഈ പള്ളിയിൽ എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ ആളുകൾ ഇപ്പോൾ ഭവനങ്ങളിൽ വെറുതെ ഇരിക്കുന്നവരുണ്ട്. എന്നാൽ എൻ്റെ തമ്പുരാൻ
തമ്പുരാന്റെ പാദപീഠത്തിൽ അടുത്തു വന്ന് എന്റെ തമ്പുരാനെ ഒന്ന് മുറുകെ പിടിക്കുവാൻ, കർത്താവെ നീ വലിയവനാണെന്നൊന്ന് പറയുവാൻ, എന്റെ തമ്പുരാന്റെ കരങ്ങളിൽ ആശ്രയിക്കുവാൻ നാം മനസ്സ് വയ്ക്കുമ്പോഴാണ് ഞാനും നമ്മുടെ കുടുംബവും നമ്മുടെ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ നോമ്പിന്റെ നാളുകളിൽ എന്റെ കർത്താവെ നിന്നെ ഒന്ന് മുറുകെ പിടിക്കുവാൻ, നിന്നെ ഒന്ന് സ്വന്തമാക്കുവാൻ, കർത്താവെ ഞാൻ ആര് എന്നുള്ളത് തിരിച്ചറിയുവാൻ നീ എന്നെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമ്പൂർണമായി സമർപ്പിക്കാം. കർത്താവിന്റെ വരവോളം നമ്മെ സൂക്ഷിച്ച് പരിപാലിച്ച് കാരുണ്യവാനായ ദൈവം തന്റെ കരങ്ങളിൽ സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ.